ഇപ്പം മലരെ എന്നുള്ള പാട്ട് ഞാൻ എഴുതുകയാണെന്ന് തന്നെ പലർക്കും പറഞ്ഞുകൂടാ. പലപ്പോഴും ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അതൊരു ശല്യമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്താ കിട്ടി മറ്റേ ഉദയനാടകത്തിലൊക്കെ പോലെ കിട്ടി വണ്ടി എടുക്കുന്നു. രണ്ട് കള്ളന്മാരും കള്ളത്തരം മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചന്തുവും സുഖുവും. അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഷറഫിനുണ്ട്, നിവിനുണ്ട്, കിച്ചുവിനുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ അഭിനയിച്ചൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ സിജു വിൽസനാണ് അഭിനയിക്കുന്നത്. അത് കള്ളത്തരല്ലോ. ആ പശു കുത്താൻ വന്നപ്പോ ഇട്ട എക്സ്പ്രഷൻ നല്ലതായിരുന്നു. 3 അവാർഡ്സ് ആണ് അതിന് കിട്ടിയത്. ബെസ്റ്റ് പിക്ചർ, അതുപോലെ തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ്. ഇതൊരു 18+ മൂവിയാണ്. അയ്യോ, ഒരിക്കലും പേര് പറയുന്നത്. ഇതിൽ വാസന്തിയുടെ ഒരു ജേർണി നമ്മൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ ജേർണിയിൽ അവർ നേരിടുന്ന കുറെ സിറ്റുവേഷൻസ്. ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തിയത്? ഇവര് വിളിച്ചപ്പോ അങ്ങനെ നമുക്ക് പണ്ടുമുതലുള്ള ഒരു തോട്ടാണ്. അങ്ങനെ ഒരു തോട്ടാണ്. എന്താണ് പടം കണ്ടിട്ട് എന്താ തോന്നിയത്? 3.5 കോടി ജനങ്ങളുള്ളൂ മലയാളം കാണാൻ. നമുക്ക് അതിനെ ഒരു 30 കോടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആവും എന്താണ് ഓൾറെഡി ആണല്ലോ. ആക്ടർ സിജു വിൽസൺ ആക്ട് ചെയ്തുണ്ടാക്കുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് പ്രൊഡ്യൂസർ ജീവിതം മുടിപ്പിച്ച് വസന്തി എന്ന് പറയുന്ന പ്രൈസ്ലെസ് ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണത്. വാസന്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രൊമോഷൻ അവാർഡാണ്. ഹലോ എവ്രിവൺ, വാസന്തിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ. ഈ പിക്ചർ കാണുമ്പോഴേ സീതയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചായ ഉണ്ടോ എവിടെയെങ്കിലൊക്കെ? എനിക്ക് ഇവിടെ അതെ, സീത സമയത്ത് എടുത്തതാണ്. അപ്പം ചെറിയ ചായ ഉണ്ടാവുമായിരിക്കും ഉറപ്പായിട്ടും. അല്ല, എനിക്ക് പെട്ടെന്ന് തോന്നുമ്പോ അതേപോലെ കോസ്റ്റ്യൂമും സാരിയൊക്കെ അങ്ങനെ കോട്ടൺ സാരി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതിലും കോട്ടൺ സാരി ആണല്ലോ, പിന്നെ ലൂസ് ഹെയർ, അതുകൊണ്ടായിരിക്കണം വന്നത്. ഓക്കെ, ചേട്ടാ, നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഒരു തിയേറ്റർ റിലീസാണല്ലോ ഭയങ്കര താല്പര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷനിലേക്ക്? തിയേറ്റർ ഉണ്ടായിരുന്നില്ല, കോവിഡ് ടൈം ആയിരുന്നു, തിയേറ്ററൊക്കെ ഷട്ട് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് വാസന്തി നമ്മൾ ചെയ്ത് കഴിയുന്നതും. അപ്പോൾ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ആ ടൈമിൽ തിയേറ്ററിലേക്ക് ഇറക്കാനായിട്ട് ഒന്നാമത് അറിയില്ലായിരുന്നു എങ്ങനെ ഇതിന് ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അന്ന് തിയേറ്റർ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തെങ്കിലും എനിക്കൊണ്ട് 50% ഓക്യുപ്പൻസിയും അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകാതിരിക്കുകയും പിന്നെ ഈ സിനിമ പ്രത്യേകിച്ച് എന്താ പറയുക, ഭയങ്കര ആൾക്കാരെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറ്റുന്ന കൊമേഴ്ഷ്യൽ ഭയങ്കര തള്ളുന്നത്. ഇതിനൊരു കൾച്ചറൽ വാല്യൂവും അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇതുള്ള മൂവിയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കൺഫ്യൂഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഇറക്കായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഈ പറയുന്ന നല്ലൊരു OTT-യിലേക്ക് വരുന്നു, മനോരമ മാക്സിലേക്ക് സ്ട്രീം ചെയ്ത് തുടങ്ങുകയാണ്. ഇത് ഒരുപാട് പേര് കാണാത്തവരുണ്ട് ഈ സിനിമ. ഇതിനൊരു അവാർഡ് സിനിമയായിട്ട് ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു അവാർഡ് സിനിമയാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു ഇത് തോന്നിയിട്ട് അങ്ങനെ ഒരു തോട്ടാണ്. എന്താണ് പടം കണ്ടിട്ട് എന്താ തോന്നിയത്? എല്ലാവർക്കും നമുക്ക് ഇരുന്ന് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അവാർഡ് മൂവി അല്ലേ, ഇത് കുറെ ലാഗ് ഉണ്ടാവുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ല, നമ്മൾ വൺസ് ആ സിനിമ കണ്ടു തുടങ്ങി നമ്മൾ അതിനകത്ത് എൻ്റർ ആയി. പിന്നെ അതിന്റെ തുടങ്ങി കഴിഞ്ഞ ഒരു എനിക്ക് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പടത്തിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അതാണ്. അത് ജീവിതത്തിലൂടെ നാടകം പറയുകയാണോ നാടകത്തിലൂടെ ജീവിതം പറയുകയാണോ എന്നുള്ള ഒരു അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വാസന്തിയിലെ ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തിയത്? വിളിച്ചപ്പോ അങ്ങനെ വിളിച്ചു വന്നു ചെയ്തു. എങ്ങനെ വിളിച്ചു? ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഷിനോസും സജാസും വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ്. ഇങ്ങനെ ഈ പടം മാത്രമല്ല, ഇത് എല്ലാ പടങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ ചർച്ചാ പോയിന്റ് എന്ന് പറയുന്നത് പ്രേമം സിനിമയിൽ ഞങ്ങൾ താമസിക്കുന്നില്ല, ഭാർഗവി നിലയം എന്ന് പറഞ്ഞൊരു വീട്ടിൽ. അവിടെയാണ് നമ്മുടെ ഇത് ഇപ്പോൾ വിൽസൺ പിക്ചേഴ്സിന്റെ ഹെഡ് ഓഫീസ്. അത് ഓരോ സമയം കഴിഞ്ഞ വർഷം ഷറഫുദ്ദീന്റെ ഹെഡ് ഓഫീസ് ആയിരുന്നു. പിന്നെ അങ്ങനെ അതേ വീട് അതേ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ അത് സിനിമാറ്റോഗ്രാഫർ മുകേഷ് മുരളീധരന്റെ തറവാടാണ്. അപ്പോൾ അവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു. അത് നമ്മളൊക്കെ തന്നെ ഇപ്പം ഇവനൊഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാനത് വാടകയ്ക്ക് എടുക്കും. പക്ഷെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരേ തന്നെ. അപ്പോൾ അവിടെ നമ്മൾ സിനിമകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഷിനോസും സജാസും ഈ പടത്തിൻ്റെ റഹ്മാൻ ബ്രദേഴ്സ് അവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ സിനിമകളും ചർച്ച ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ വാസന്തി എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ച വന്നു. ഇങ്ങനൊരു ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു.
ചെയ്തു. ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ഇത് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഒന്നുമില്ല ഒരിക്കലും ഇല്ല. അത് അങ്ങനെയല്ല. നമ്മളെ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണല്ലോ. ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിന് ഇപ്പം ഫീമെയിൽ ഓറിയന്റഡ് ഒരു പടമാണെന്നുള്ളതല്ല. ചന്തുവിൻ്റെ സ്പേസ് തന്നെയാണ്. അത് ഇപ്പം ഫീമെയിലോ മെയിലോ അങ്ങനെയുള്ള എന്ത് കുട്ടികളുടെ ഓറിയന്റഡോ പട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണെങ്കിലും എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് മാത്രമാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുക. നോക്കുന്നത്. അങ്ങനത്തെ സിനിമകളും വരണമല്ലോ. വുമൺ സെൻട്രിക് ആയിട്ടുള്ള സിനിമകളും വരണം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറെ സിനിമകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ളവരുടെ ഒരു ചൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് സ്വാസികയിലേക്ക് വരുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇപ്പൊ ചതുരം ഇറങ്ങി, അതും ഏകദേശം ഈ പറഞ്ഞ പോലെ. ചതുരം ഇറങ്ങിയത് വാസന്തി 2022 കഴിഞ്ഞ 3 വർഷമായിട്ട് ഒന്നുമില്ല. അങ്ങനെ അങ്ങനത്തെ സിനിമകളും ഇറങ്ങുന്നില്ല എന്ന് വേണം പറയാം. സിനിമകൾ വളരെ കുറവാണ് ഇറങ്ങുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ പെർഫോമൻസ് സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും ആൾക്കാർ ഓപ്റ്റ് ചെയ്യും. നമ്മളും അങ്ങനെയാണ് ശ്വാസികയിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവരെന്റെ പെർഫോമൻസ് ഒന്നും കാണാതെ തന്നെ ഓപ്റ്റ് ചെയ്തതാണ്. അതാണ് എനിക്ക് എന്താണെന്നുള്ളത് അത്ഭുതമായിട്ട്. നിങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന പേര് സ്വാസിക എന്നായിരുന്നു? അല്ല, ഫസ്റ്റ് തന്നെ വന്ന പേര് എന്റെ അല്ലല്ലോ. നിങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ നാടകമൊക്കെ ചെയ്യുന്ന അവരെ അങ്ങനെ നോക്കിയായിരുന്നു. അപ്പോഴങ്ങനെ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ നന്നായിരിക്കും തോന്നി. പിന്നെ ഈ മീറ്ററിങ് ഉണ്ടല്ലോ, ഈ റിയൽ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നാടകത്തിലേക്ക് വരുമ്പോഴും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നൊരു നടിയും കൂടി ആവണം. ആ പെർഫോമൻസ് ഗ്യാരണ്ടി നമുക്ക് വേണമെന്നുള്ളത് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്വാസികയിലേക്ക് എത്തുന്നത്. ഇതൊരു അവാർഡ് കിട്ടുന്ന എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ മൂവി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവാർഡിനെ പറ്റിയൊന്നും നമ്മൾ അന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യം. പിന്നെ നല്ല സിനിമ ചെയ്യുക, ഈ സിനിമ ഇവിടെ നിലനിൽക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കണ്ട ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. കാരണം പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും മികച്ചിരിക്കുന്നൊരു സിനിമ കൂടിയാണ്. 3 അവാർഡ്സാണ് അതിന് കിട്ടിയത്. ബെസ്റ്റ് പിക്ചർ, അതുപോലെ തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഇത്രയും അവാർഡ്സ് അതിന് കിട്ടിയിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ എപ്പോഴും ഒരു കൊമേഴ്സ്യൽ സിനിമ, ഇതൊരു കൊമേഴ്സ്യൽ സിനിമയായിട്ട് തന്നെ എടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഇതൊരു സെമി കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. നമ്മൾ ഈ അവാർഡ് കിട്ടിയതിനു ശേഷം ഇത് അവാർഡ് മൂവി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പിന്നെ അവര് നോക്കുമ്പോൾ തിയേറ്ററിൽ അങ്ങനെ റിലീസും ആയിട്ടില്ലല്ലോ. അവാർഡാണ് കിട്ടുമ്പോഴാണ് വാസന്തി എന്നുള്ള പേര് തന്നെ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വിചാരിക്കുന്നത് ഇതൊരു ഓഫ് ബീറ്റ് അല്ലെങ്കിൽ അവാർഡിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ അവർ വിചാരിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു കാണാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഇഷ്ടാവുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് എത്തിക്കാൻ ഇങ്ങനെ കുറച്ച് സമയം എടുത്തു. ഇപ്പൊ എത്തിക്കഴിയുമ്പോൾ എന്തായാലും ആളുകൾക്ക് ഇഷ്ടാവുമെന്ന് ഉറപ്പാണ്. വാസന്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രൊമോഷൻ അവാർഡാണ്. അതിനുശേഷമാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. അതും ഒരു അവാർഡ് അല്ലല്ലോ, ഇത്രയും അവാർഡ്സ് കിട്ടുമ്പോൾ ആ സിനിമ എന്താണ്, അയ്യോ ആരൊക്കെ, സിജു അവരെയും സ്വാസി, അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയണത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെ. ഇപ്പൊ കമൽ സാർ ഒക്കെ എന്നോട് നേരിട്ട്, ഞാൻ വിവേകാനന്ദൻ അഭിനയിക്കുന്ന സമയത്ത് കമൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് നല്ല മനോഹരമായിട്ടുള്ള സിനിമയാണ്, എങ്ങനെ എന്ത് രസമായിട്ട് അവരെ എടുത്തിരിക്കണേ. ബാക്കി അഭിനയം അങ്ങനെയല്ല, അത് എടുത്തിരിക്കുന്ന രീതി ഒരു ഡിഫറെൻ്റ് ആണ് എന്ന് കമൽ സാർ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, റഹ്മാൻ ബ്രദേഴ്സ് എങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് കൊമേഴ്ഷ്യൽ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസ് ഹീറോസിനെയൊക്കെ വെച്ചിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അവർക്കെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം, ആ ക്രിയേറ്റീവ് സ്പേസിൽ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ അവരുടെ നിന്ന് വരും ഇനിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്നു, ചവിട്ട് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡും കിട്ടി. ഓക്കെ, അപ്പൊ അത്തരം ജോണേഴ്സ് മൂവീസ് ആണോ അവരെടുക്കുന്നത്? അതാണ് അവരുടെ ഒരു കംഫർട്ട്സ് ഒരു ഇതെന്ന് തോന്നുന്നു. പക്ഷെ രസമുള്ള സിനിമകളാണ്. ചവിട്ട് കുറെ പേര് ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടിട്ട് എത്ര നല്ല അഭിപ്രായം പറഞ്ഞു. അടിപൊളി സബ്ജക്ട്. അതുപോലെ വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഇതൊരു 18+ മൂവിയാണ് പേര് പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രമേയം കൂടി അത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ. സർട്ടിഫിക്കേഷൻ എത്രയാ? യു എ ആണ്. യു എന്ന് പറഞ്ഞാൽ 16+, 13+. യു ആണ് 13+. സെൻസറിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ 18 ഇനിയിപ്പം പക്ഷെ അങ്ങനെ 18+ അല്ല എന്തായാലും. അതെ, അതല്ല,
അല്ല, ഓക്കെ. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പലർക്കും ഞാൻ കാണുന്നുണ്ട്. അത് അത് maybe എനിക്ക് അങ്ങനെ ഒരു പ്രമേയം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണോ ഇനി അങ്ങനെ പോയത് എന്നുള്ളത് എനിക്കറിയാം. അല്ല, അത് വേറെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വന്നതായിരിക്കും. കാരണം ഇതിന്റെ പ്രമേയവും അങ്ങനത്തെ അല്ലല്ലോ. ഇതിൽ വാസന്തിയുടെ ഒരു ജേർണി നമ്മൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ ജേർണിയിൽ അവർ നേരിടുന്ന കുറെ സിറ്റുവേഷൻസ്, കുറെ ആളുകൾ, കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതിൽ നിന്ന് അവരൊരു ഫ്രീഡം ആയിട്ട് ഒരു കാര്യം ചൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് എവിടെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്നും പറയുന്നില്ലല്ലോ. ഒരു യാത്ര. ഓക്കെ, വാസന്തിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും? റെഫറൻസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഡയറക്ടേഴ്സ്, നമ്മളെ റഹ്മാൻ ബ്രദേഴ്സ്, അവരെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് അവര് എൻ്റെ അടുത്ത് കുറെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, പിന്നെ നാടകം ചെയ്തിരുന്നു അവർ, ഈ വാസന്തിയുടെ ഒരു നാടകം ചെയ്തിരുന്നു. അപ്പൊ ആ നാടകത്തിന്റെ കുറച്ച് പിക്ചേഴ്സും അത് ചെയ്ത വാസന്തിയായിട്ട് അതിൽ ചെയ്ത സുനിത ചേച്ചി നമ്മുടെ ഡയറക്ടേഴ്സിൽ ഒരാളുടെ വൈഫാണ്. അപ്പം ആ ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ, അതെ അതെ, അപ്പൊ ആ ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അല്ലാണ്ട് നമുക്കൊരു മൂവി ഇതാണ് നിങ്ങൾ റെഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഫുള്ളി അവരാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് വരെ. അവര് ഒരു ഞങ്ങൾ മീറ്റ് ചെയ്തൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ മുതൽ അവരെന്നെ വാസന്തി എന്നാണ് വിളിക്കുന്നത് തന്നെ. അപ്പം അവരാണ് എന്നിലേക്ക് വാസന്തി ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാന്ന് പറയില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പറയും, വാസന്തി അങ്ങനെ ഇരിക്കുവോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ വാസന്തി ഇങ്ങനെ ഇരിക്കില്ലേ. അങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴാണ്, നമ്മുടെ ബിരിയാണി കഴിക്കുന്ന സീനില് ഞാൻ പല ടിഷ്യൂ പേപ്പർ, എനിക്ക് ഓർമ്മ, ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ തുടയ്ക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് വാസന്തി ഒരിക്കലും ഇങ്ങനെ തുടക്കില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറയാ, അല്ലാണ്ട് ഒന്നും ഇതാണ് റെഫറൻസ് ഇങ്ങനെ അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വാസന്തി എങ്ങനെ ചെയ്യും, വാസന്തി ഇങ്ങനെ ഇരിക്കുവോ, അങ്ങനെ. അപ്പൊ ഭയങ്കര രസമുള്ളൊരു, എനിക്കത് പറയുമ്പോൾ തന്നെ ഒരു കൊതി വരികയാണ്, എനിക്ക് ഒന്നും കൂടി അങ്ങനത്തെ സിനിമ ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഫീഡ് ചെയ്ത് നമ്മള് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള അവർക്കുണ്ട്. അപ്പൊ നമ്മളിലേക്ക് അതിലേക്ക് എത്തിക്കും അവര്, നമ്മൾ പോലും അറിയാണ്ട് എത്തിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു, നമുക്കൊരു പ്രഷർ അങ്ങനെ ഇല്ല. ഓ, ഇത് കുറെ ടേക്ക് എടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ടേക്ക് കുറെ പോകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നില്ല, അവർ കട്ട് ചെയ്യുന്നില്ല. അവർ വന്നിട്ട് വാസന്തി ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, അപ്പൊ വാസന്തി അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും, പക്ഷെ ക്യാമറ റോളിങ് തന്നെ ആയിരിക്കും. പല സ്ഥലത്തും എൻ്റെ അടുത്ത് മധു അമ്പാട് സാർ പറഞ്ഞു, ആ പശു കുത്താൻ വന്നപ്പോൾ ഇട്ട എക്സ്പ്രഷൻ നല്ലതായിരുന്നു എന്ന്. അങ്ങനെ ഒരു സീൻ ഞാൻ അഭിനയിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ക്യാമറ കട്ട് ചെയ്യാണ്ട് എടുത്തതാണ്. നമ്മൾ നടന്നു പോവില്ലേ, രാജാക്കാട് ഡാമിന്റെ സൈഡിൽ കൂടെ എനിക്ക് ഉള്ളിലുള്ള പശുവിനോട് പേടി കൊണ്ടാണ് ഞാൻ അത് റിയാക്ട് ചെയ്തത്. അത് റിയലിസ്റ്റിക് ആയിരുന്നു. പക്ഷെ അത് ആ ക്യാരക്ടറിനോട് ജെല്ല് ചെയ്തപ്പോ, അത് എഡിറ്റ് ചെയ്തപ്പോ ചിലപ്പോ അത് ഇട്ടതായിരിക്കാം. സ്റ്റാർട്ടിംഗ് അല്ല, വാസന്തിയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡ് ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അതിനത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഇതായിരുന്നു. അതൊന്നും നമ്മൾ വേണം വെച്ചിട്ട് പശു കുത്താൻ വരുമ്പോൾ ഇങ്ങനെ എക്സ്പ്രഷൻ ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞു വാസന്തി ഇതേ ആദ്യമായിട്ട് പശു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, പശു അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് എന്താ പറഞ്ഞ, എന്നോട് പറഞ്ഞു വാസന്തി ആദ്യം പേടിച്ചോടാൻ നോക്കിയത്, പക്ഷെ ഇവളെ പേടിച്ചത്. ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് വാസന്തി ആദ്യമായിട്ട് രാജാക്കാട് എത്താണ്, ആദ്യമായിട്ട് രാമന്റെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് എത്താണ്. ഇവിടെ തോട്ടമുണ്ട്, ഇനി മുതൽ വാസന്തി ഇവിടെ ആയിരിക്കും ജോലി ചെയ്യാൻ പോകുന്നത് ചിലപ്പോ, അല്ലെങ്കിൽ വാസന്തി ചിലപ്പം ഈ വഴിയിലൂടെ ആയിരിക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പാല് മേടിക്കാൻ പോകേണ്ടത്. അതൊന്നും സിനിമയിലില്ല, പക്ഷെ പറയാണ്. അപ്പൊ ഞാനിങ്ങനെ ആ വഴിയും അതൊക്കെ കണ്ടു. പെട്ടെന്ന് പശു കണ്ടപ്പോ പശു ഇങ്ങനെ ഒന്ന് കാണിച്ചു, അപ്പൊ ഒരു എക്സ്പ്രഷൻ വന്നു. അതാ സിനിമയ്ക്കകത്ത് കറക്റ്റ് ആയിട്ട് വന്നു. അത് മധു അമ്പാട് സാർ നോട്ട് ചെയ്തു. അതാണ് ആ എക്സ്പ്രഷൻ വീണ്ടും ഇടാൻ പറഞ്ഞപ്പോ അറിയില്ല, വീണ്ടും ഇല്ലാത്തോണ്ട് എനിക്ക് കിട്ടൂല. ഓക്കെ, കോമഡിയാണോ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇഷ്ടം? അങ്ങനെ ഒരു ഞാൻ കുറച്ചുകൂടി ഈസി ഏതാ? രണ്ടും ഈസി അല്ല. എന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ അനുസരിച്ചിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര രസമല്ലേ. നമുക്ക് തമാശകൾ പറയാനും നമ്മൾ പറയുന്ന തമാശകൾ കേട്ട് ആൾക്കാർ ചിരിക്കുന്നത് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ആൾക്കാർ സീരിയസ് ആയിട്ടിരിക്കില്ലല്ലോ. അങ്ങനെ പക്ഷേ നമ്മൾക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് വേറൊരു മൈലേജ് കിട്ടും. ഞാൻ അങ്ങനത്തെ അത്രയും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. കൂടുതലും പ്രേക്ഷകർ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നു. അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല, എന്നാലും കോമഡി കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചേട്ടൻ്റെ കുറച്ചുകൂടി അതൊക്കെ അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അല്ല, അങ്ങനെയാണ് എനിക്ക് കൂടുതലും വന്നിരിക്കുന്നത്. സീരിയസ് ക്യാരക്ടർ ചെയ്തിരിക്കും. സീരിയസ് അല്ലെങ്കിലും കണ്ണു സ്ക്വാഡ് വേണമെങ്കിൽ പറയാം, കോമഡി ഇല്ല. പിന്നെ ഒരു സീരിയസ് ഒരു കേസ് അന്വേഷണം നടക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ പോകുന്ന വഴിക്കൊക്കെ അത്
സോ കോൾ സീരിയസ് ക്യാരക്ടർ അല്ല, പക്ഷേ എങ്കിലും ആ ഒരു സാഹചര്യം സീരിയസ് ആണ് എന്ന് പറയാം, തമാശയൊന്നുമില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമയുടെ സമയത്ത് കുറച്ചുകൂടെ മുടി ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ സമയത്ത് അത് പാൻഡമിക് ഒക്കെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് മുടി വളർന്നു. വെട്ടിയില്ല. എനിക്ക് മാത്രമല്ല, വെട്ടാൻ കട വേണ്ടേ. അതിന് മുമ്പാണ് ഷൂട്ടാണ് 2016 നമ്മൾ ചെയ്തത്. 2016 2017 ഷൂട്ട് അതിന് മുമ്പായിരുന്നു നമ്മൾ പക്ഷെ മുടി വളർന്നത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അതായത് 2016-17 ഷൂട്ട് ചെയ്തപ്പോ മുടി വളർത്താൻ ഒരു ഇഷ്ടം വന്നു. ആ ഇഷ്ടം കഥാപാത്രത്തിന് വേണ്ടിട്ട് വളർത്താനുള്ള ഇതുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി മുടി വളർത്തണോന്ന് പറഞ്ഞായിരുന്നു. ഓ ഓക്കെ ഓക്കെ അടിപൊളി. അപ്പൊ അതിട്ടാ പാൻഡമിക് കട്ട് ചെയ്തത്. അപ്പൊ ചന്തുവിന് ഇങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടത് അവർക്ക് സ്കെച്ച് ചെയ്തപ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചന്തുവിന് കുറച്ച് മുടിയും ഇതൊക്കെ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ലുക്ക് വേണം. ഇപ്പൊ എനിക്കും അങ്ങനെ നീറ്റ്, അതന്നെ നീറ്റ് ആയിട്ടുള്ള, നമ്മളൊരു കോളനിയിലൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ. ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ട് കള്ളന്മാരും കള്ളത്തരം മാത്രമേ മനസ്സിലുള്ളൂ, അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചന്തുവും സുഗുവും. അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അല്ല, ഞാൻ ചന്തു സുഗു, ചന്തുവും സുഗുവും രണ്ട് കള്ളന്മാരാണ്. പക്ഷെ അവരുടെ മനസ്സ് മുഴുവൻ എപ്പോഴും കള്ളത്തരേ ഉള്ളൂ. അവര് സിനിമയിലും കള്ളത്തരമാണ്, എന്താ പറയാ, ചിന്തിക്കുന്നത് കള്ളത്തരം. അത് കള്ളത്തരല്ലോ, കള്ളത്തരല്ലോ. അത് പൈസ ഉള്ളവരുടെ നമ്മൾ മേടിക്കുന്നു. അതാ കൂടുതലുള്ള. അതെ, ഉറങ്ങുന്നവരെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എടുക്കുന്നു. നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇതുപോലെ തന്നെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അറിഞ്ഞു തന്നെയില്ല. ഇപ്പൊ ഞാൻ, സിജു, കിച്ചു, നിവിൻ, ഷറഫ്, ഞങ്ങള് ഇതെങ്ങനെയാ ചെയ്യുക, എന്തെങ്ങനെയാ സംഭവിക്കുന്നുള്ളത് അറിഞ്ഞു. കാരണം ഞങ്ങള് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങളൊരു സീൻ അഭിനയിക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനത്തെ സീൻസ് നമ്മൾ ചെയ്തിട്ടില്ല. ചിലപ്പോ ഇനി 19ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അഭിനയത്തിൽ പറയും, കാരണം വേറെ മീറ്റർ ഓഫ് ആക്ടിങ് ഇതൊക്കെയല്ലേ. അല്ലാണ്ട് ഇങ്ങനത്തെ ഇതിലൊക്കെ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്യുകയോ ഒന്നുമില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ക്യാരക്ടേഴ്സിനെ മനസ്സിൽ കൊണ്ടു നടക്കണ്ടാവും. പിന്നെ സീൻ നമുക്ക് കിട്ടി. അപ്പോൾ സുഖം ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്നും ഞാൻ ചന്തു എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഏകദേശം ഐഡിയ കിട്ടും. അല്ല, ഇതിൽ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സാധനങ്ങൾ മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ ഭീകരമായിട്ട് അങ്ങനെ മാറ്റേണ്ട ഇതില്ല. ഈ വിൽസൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ഇനി ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു അടിപൊളി മൂവി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഉടനെ? തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ്. വിൽസൺ പിക്ചേഴ്സിന്റെ പേര് തന്നെ ഇവരുടെ തന്നെ അടുത്ത സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, റഹ്മാൻ ബ്രദേഴ്സിന്റെ തന്നെ. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ എടുക്കും സിനിമ, ഞാൻ അഭിനയിക്കുന്നതാണ്. അല്ല, നമുക്ക് ഇപ്പൊ വാസന്തിയുടെ സംഭവം തന്നെ പറയാം. അതായത് ഇപ്പൊ വാസന്തിയുടെ സമയത്ത് സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസസിലൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ സിനിമ മനസ്സിലായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ടേക്ക് ഓവർ ചെയ്തിട്ട് ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുണ്ട് വേറെ പ്രൊഡക്ഷൻ ഹൗസും ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പൊ മനസ്സിലായെന്ന് വിളിച്ചു ചോദിച്ചോ? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോന്നുള്ളത് ഞാൻ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മുടെ ക്രൂവും നമ്മുടെ ഒരു ടീം അങ്ങനെ നിന്നിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അതിന്റെ ഒപ്പം അഭിനയിക്കുകയും കൂടി ചെയ്യാന്ന് കഴിഞ്ഞാൽ ഈസി അല്ല. അല്ല, അങ്ങനെ ഒരു നല്ല ബിസിനസ്മാൻ ആയിരുന്നെങ്കിൽ വാസന്തി എപ്പോഴേ എവിടെ എത്തിയാനെ. ആർക്കെങ്കിലും ഞാൻ വിറ്റ് ഇത് ചെയ്തേനെ. പക്ഷെ ബിസിനസ് നല്ലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ആദ്യമേ വിറ്റിട്ടായിരിക്കും എന്നുള്ള തീരുമാനമായിട്ടാണ് നമ്മൾ തുടങ്ങുള്ളൂ. പക്ഷെ നമ്മളങ്ങനെ ഞാൻ അത്ര അധികം ചിന്തിക്കാറില്ല. കാരണം ഈ സിനിമയൊക്കെ ബോത്താണ്. നമ്മളതിനൊരു എൻ്റെ ഇതിൽ പറയുന്നത് ദിസ് വൺ ഈസ് പ്രൈസ്ലെസ്. വാസന്തി എന്ന് പറയുന്ന പ്രൈസ്ലെസ് ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ അവരുടെ കൂടെ ചെയ്തേക്കുന്ന സിനിമകളെല്ലാം തന്നെ പ്രൈസ്ലെസ് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് അതിനൊരു മൂല്യവിലയിട്ട് കൂട്ടാൻ പറ്റില്ല. അതിനേക്കാളും അപ്പുറമായിട്ടുള്ള സാധനമായിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തൊരാൾക്ക് ചിലപ്പോൾ ഈ സിനിമ മനസ്സിലാവണമെന്നില്ല, അവരുടെ കൈകടത്തിലുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കാവുമ്പോൾ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ, അതിലേക്ക് ചിലപ്പോൾ സിനിമ പുറത്തെത്തിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ തന്നെ ഞാൻ അഭിനയിക്കണം എന്നുള്ളൊരു യാതൊരു നിർബന്ധമില്ല. വേറെ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവരും. പിന്നെ ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ
കൊണ്ടുവരും. ചെയ്തിരിക്കും. രജനീകാന്തിനെ വരെ നമ്മൾ കൊണ്ടുവരും. വിൽസൺ പിക്ചേഴ്സിന്റെ അണ്ടറിൽ രജനീകാന്ത്. ഒരു സിനിമ ഭാവിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടാ. സംഭവിക്കട്ടെ. അതെ. ഈ ആക്ടർ സിജു വിൽസണും പ്രൊഡ്യൂസർ സിജു വിൽസണും തമ്മിൽ എന്താണ് വ്യത്യാസം? വലിയ വ്യത്യാസം. ഒരു വ്യത്യാസവും ഇല്ല. എന്ത് വ്യത്യാസം? ആക്ടർ സിജു വിൽസൺ ആക്ട് ചെയ്തുണ്ടാക്കുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് പ്രൊഡ്യൂസർ ജീവിതം മുടിപ്പിച്ച് അതെ, ആ പ്രൊഡ്യൂസർ സിജുവൽസിന് ആ പൈസക്ക് മുടിപ്പിച്ചെന്നല്ല, ഇതുപോലത്തെ നല്ല സിനിമകൾ ഉണ്ടാവും. അത് എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ചിലപ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിലൊന്നും അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്താണോ ക്രിയേറ്റീവായിട്ട് തോന്നുന്നത് അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇവർ തന്നെ ഇപ്പോൾ റഹ്മാൻ ബ്രദേഴ്സിൻ്റെ തന്നെ ഭൂതം എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 2023 IFFKയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വർക്കലയിൽ കയറി. IFFKയിൽ പോയി മൂവി ഹാങ് ഓവറൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ വർക്കലയിൽ കയറി ഞങ്ങൾ 6 മെമ്പേഴ്സുള്ളൂ, ക്രൂ മെമ്പേഴ്സ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചിങ്ങനെ മൂവിയുടെ 2 ബിയറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇപ്പം അങ്ങ് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റെയും ജസ്റ്റിൻ്റെയും ഫോണിൽ സിനിമ ഷൂട്ട് തുടങ്ങി. അത് നീ അറിഞ്ഞില്ല? ഇതിന് ടീസറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 ഫോണിൽ ഞങ്ങൾ 6 മെമ്പേഴ്സ്, 2 ഡയറക്ടേഴ്സ്, സജാസ് റഹ്മാൻ, ഷിനോസ് റഹ്മാൻ, സിനിമാറ്റോഗ്രാഫർ മുകേഷ് മുരളീധരൻ, ഞാൻ ആക്ടർ, ജസ്റ്റിൻ ആക്ടർ, പിന്നെ സൗണ്ട് ഡിസൈനർ. ഇപ്പോൾ അവർ തന്നെ ചവിട്ടിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിന് നാഷണൽ അവാർഡ് കിട്ടിയ അരുൺ, അവൻ്റെ വീട് അവിടെ അടുത്ത് തന്നെ. പെട്ടെന്ന് വിളിച്ച് വരുത്തിച്ചു. നെക്സ്റ്റ് ഡേ രാവിലെ തൊട്ട് ഷൂട്ട് തുടങ്ങി. കണ്ടന്റ് ഇല്ല, ഒന്നുമില്ല, ചുമ്മാ കാണുന്ന സാധനങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അവിടെ വന്നേക്കുന്ന കുറേ ഫോറിനേഴ്സിനെ അവരെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യിച്ച് അങ്ങനെ ഒരു സിനിമ ഞങ്ങൾ ചെയ്തു. ഒരു 4 ദിവസം വർക്കലയിൽ ഷൂട്ട് ചെയ്തു. പിന്നെ പ്ലാൻ ചെയ്തിട്ട് 3 ദിവസം വാടാനപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തു. ആ ഭൂതം എന്ന് പറയുന്ന സിനിമ ഉണ്ട്, അത് കുറച്ച് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി. പക്ഷെ അതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനൊക്കെ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഷോർട്ട് ഫിലിംസും പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ കൺട്രോളറായിട്ട് തന്നെ നിൽക്കും, അഭിനയിക്കും. നമ്മളെല്ലാവരും തന്നെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. ഈ 6 മെമ്പേഴ്സ് വെച്ചിട്ടാണ് ആ സിനിമ പൂർത്തിയാക്കുന്നത്. അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ബിനാലേക്കൊക്കെ ഒരു ഇൻസ്റ്റലേഷൻ പോലെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഓരോ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മുകേഷ് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാവില്ല. സണ്ണി ജോസഫ് സാറ് എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി കണ്ടിട്ട്, സണ്ണി ജോസഫ് സാർ സിനിമാറ്റോഗ്രാഫറാണ്, പുള്ളി കണ്ടിട്ട് മുകേഷിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഫോർമാറ്റ് എന്ന് ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായില്ല മൊബൈൽ ഫോണാന്നുള്ളത്. പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി കൈ കൊടുത്തിട്ട് പറഞ്ഞു അടിപൊളി മുകേഷിൻ്റെ അടുത്ത്. അത് മനസ്സിലാവില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടത് ചെയ്തത്. എനിക്കത് പേഴ്സണലി ഭയങ്കര, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് പൈസയിലൊന്നും അളക്കാൻ പറ്റില്ല. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനവിടെ വർക്കലയിൽ റിസോർട്ടിൽ നമ്മൾ താമസിക്കുന്നു. രാവിലെ മറ്റേ മുണ്ട കൊടുത്തിട്ട് കടലിലേക്ക് പോകുന്ന മറ്റേ പ്രോപ്പർട്ടീസും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവർ റിസോർട്ടിലുള്ള ആൾക്കാർ ഞാനിപ്പോൾ 19-ാം നൂറ്റാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കും. കുതിരപ്പുറത്തൊക്കെ വന്ന് നിൽക്കണ ഇമേജ് ആണ് എല്ലാവർക്കും. ഇയാളിവിടെ മറ്റേ കുപ്പിയും പാത്രമൊക്കെ കഴുകി പാട്ടൊക്കെ പുറകെ കിടക്കുന്നു. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യാന്നുള്ളത് മനസ്സിലായി. അതിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതിന് കിട്ടുന്നൊരു സുഖമുണ്ട്. നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടി, നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് കോളേജിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരുമിച്ച് പരിപാടികളൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ഒരു സുഖമുണ്ട്. നമുക്ക് പേഴ്സണലി കിട്ടുന്നൊരു സന്തോഷമാണത്. അപ്പം അങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ ആയിക്കോട്ടെ, ഇപ്പോൾ അവരുടെ കൂടെ ചെയ്തേക്കുന്ന ഏത് സിനിമയാണെങ്കിലും നമ്മൾ ഒരു പൈസയുടെ ഇതിൽ നമുക്ക് അളക്കാൻ പറ്റില്ല. ശബരീഷേട്ടന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ടോ? പിന്നെ എന്നിട്ടാണ് എന്നെ വെച്ചിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവന് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഷറഫിനുണ്ട്, നിവിനുണ്ട്, കിച്ചുവിനുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ അഭിനയിച്ചൊക്കെ നേരത്തെ അവിടെ പറയുകയും ചെയ്തു, ഞാൻ അവിടെ ഉണ്ടാക്കുന്ന പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മളങ്ങനെ ബിസിനസ് പരമായി ചിന്തിക്കുകയാണെങ്കിൽ അഭിനയിക്കുന്നതാണോ നല്ലത്? എനിക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ അങ്ങനെ വലിയ ബിസിനസ്മാൻമാര് കുറച്ചെങ്കിലും ഷറഫിൻ നിവിനുണ്ട്. നിവിനും കുറച്ചും കൂടി ബിസിനസ് അറിയാവുന്ന ആളാണ്. അപ്പൊ അങ്ങനെ താല്പര്യമില്ല ഇപ്പൊ ഇല്ല. താല്പര്യം ഉണ്ടെങ്കിലും ഞാനൊക്കെ പറയും മോനെ ഇപ്പൊ വേണ്ട. എല്ലാവരും പക്ഷെ അങ്ങനെ ഒരു അല്ല, നമ്മൾ എന്തായിക്കോട്ടെ, ഇപ്പൊ സിനിമയിൽ നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങുക അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്താണ് പഠിച്ചത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും റിസ്കി ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ പഠിക്കുകയുള്ളൂ. ഓരോ സിനിമ കഴിയുന്നതോറും നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോൾ 4 സിനിമയായി പ്രൊഡക്ഷൻ ഹൗസിൽ, 4 സിനിമ കഴിഞ്ഞു. ഓരോ സിനിമയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പം നല്ലതാണ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നെ. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം എവിടെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാം, ഇതൊക്കെ ഓരോ സിനിമകൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ചെയ്ത് നമ്മൾ പഠിക്കുള്ളൂ. ഇപ്പോൾ ഒരിക്കലും ഒരാളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നതിനാണ് നല്ലത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങുക, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അതാണ്. പിന്നെ ഈ ഇറങ്ങരുത് എന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. റിസ്ക് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഏറ്റവും ഷോർട്ട് പീരീഡിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് സിനിമ എന്ന് പറയുന്നത്. റിസ്ക് എടുത്താലാണ് നമുക്ക് ജാക്ക്പോട്ട് അടിക്കുള്ളൂ. താഴെ പോകാനും റിസ്കിന്റെ പ്രത്യേകത അതാണ്. അതെ അതെ. ഒന്നുകിൽ മേലിലെത്താം, അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ. ഓക്കെ. ഇപ്പൊ ചതുരം, വാസന്തിയൊക്കെ പോലെ നല്ല നല്ല സിനിമകൾ ചെയ്തു. അപ്പോൾ ഇപ്പൊ 2025 ആണല്ലോ, ഒരു 2030 ആവുമ്പോൾ സ്വാസിക മലയാള സിനിമയിൽ എവിടെ നിൽക്കും എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടോ? എവിടെയായിരിക്കും? ഞാനൊരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആവും എന്നാണ് ഓൾറെഡി ആണല്ലോ. ഹോളിവുഡ് 30 പാൻ വേൾഡ് ആവും. ഇന്റർനാഷണൽ സിനിമകളുടെ ഭാഗമാവും. ഇന്റർനാഷണൽ സിനിമകൾ നമ്മളൊരു പടം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന് അയച്ചാൽ ഇന്റർനാഷണൽ സിനിമ. അതെ, അല്ല കുറെ വേറെ ലാംഗ്വേജിൽ ഇന്റർനാഷണൽ സിനിമ, മലയാളം അല്ലാതെ കൊറിയൻ, ഇറാനി, അങ്ങനെയൊക്കെ സെറ്റപ്പ് ആയിരിക്കും ഞാൻ 2030. ഭയങ്കര വലിയൊരു എന്താ പറയാ, അഭിനേതാവായിട്ട് ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ആ കരഘോഷങ്ങളോടെ ഇവിടെ എതിരേൽക്കുന്നു. മറ്റേ ഓസ്കാർ വാങ്ങിച്ചിട്ട് വരില്ലേ? എവിടെ നിൽക്കുന്നല്ലോ ചോദിച്ചേ. എവിടെയോ നിൽക്കായിരിക്കും. കരഘോഷത്തോടുകൂടി എവിടെ നിന്നാലും കരഘോഷമായിരിക്കും. ഓസ്കാർ വാങ്ങിച്ചിട്ട് വരുമ്പോ. ഓക്കെ. ശബരീഷ് എവിടെയായിരിക്കും 2030? ഞാൻ മലയാള സിനിമയിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഷ മലയാളമാണ്. മലയാളത്തിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തമിഴാണ്. തമിഴ്, തെലുങ്കുണ്ട്. പക്ഷെ മലയാളത്തിൽ ചിന്തിക്കുന്ന പോലെ ഓക്കെ, ഒരു 90% അല്ലെങ്കിൽ ഒരു 80% തമിഴും ചെയ്യാം. പക്ഷേ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ്. പക്ഷെ ഞാൻ ആദ്യം അഭിനയിച്ചതും ആദ്യം വർക്ക് ചെയ്തതും തമിഴാണ്. തമിഴ്, തെലുങ്കുമാണ് ആദ്യത്തെ സിനിമ. പക്ഷെ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മാതൃഭാഷയുടെ ഇതല്ല, കൂടുതൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു കയ്യിൽ നിന്ന് ഇടുക, ഇപ്പൊ ഒരു സീനിൽ വരുമ്പോ ഇപ്പൊ ഒരു ഫൺ ആ സീനാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കയ്യിൽ നിന്നിടുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. തമിഴിൽ വരും, തെലുങ്കിൽ അത്രയും വരില്ല. തെലുങ്ക് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. തെലുങ്ക് അറിയാം എനിക്ക്, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തെലുങ്ക് സംസാരിക്കാൻ അറിയാം, അതുകൊണ്ടാണ് എൻ്റെ പരിമിതിയൊപ്പം എനിക്കറിയാം. പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എങ്കിലും മലയാള സിനിമ ചെയ്യുന്നതിൻ്റെ, മലയാള സിനിമ 1.5 കോടി ജനങ്ങളുള്ളൂ മലയാളം കാണാൻ. നമുക്ക് അതിനെ ഒരു 30 കോടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഈ ആക്ടിങ്, മ്യൂസിക്, അപ്പോൾ ഈ ആക്ടിങ്ങിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നപ്പോഴത്തെ മ്യൂസിക് ഒന്ന് കുറച്ച് കുറഞ്ഞു പോയോ? അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ലേ? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. മ്യൂസിക്കല്ല, എഴുത്ത് എന്ന് പറയുന്നത്. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എഴുതാറില്ല. അതുകൊണ്ട് ഈ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഷൂട്ട് തൊട്ട് കണ്ണൂർ സ്ക്വാഡും ടർബോയും അടുപ്പിച്ചായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. കാരണം അത് പലപ്പോഴും ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അതൊരു ശല്യമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതും. കാരണം നമ്മളൊരു പടത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെയും ആ പശ്ചാത്തലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ ഒരു ബന്ധമില്ലാണ്ട് വേറൊരു പടത്തിൻ്റെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭവും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശല്യാണ്. മൾട്ടി ടാസ്കിങ് എന്ത് വേണമെങ്കിലും പറയാം അതിന്. പക്ഷെ എനിക്ക് അതൊരു ശല്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന അവർക്ക് ഓക്കെ ആയിരിക്കണം. കറക്ഷൻസ് ഒക്കെ വരുമ്പോൾ അസ്ഥാനത്തായിരിക്കും വരുന്നത്. ആ കാരണം എന്ന് വെച്ചാൽ കറക്ഷൻസ് പറയുന്നവർ നമ്മുടെ സമയത്തിനല്ലല്ലോ പറയുന്നത്, അവരവരുടെ സമയത്തിനല്ലേ പറയാൻ പറ്റുള്ളൂ അവർക്ക്. അത് നമ്മൾക്ക് റോങ് ടൈമിംഗ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കറക്ഷൻസ് വരുന്നത്. അപ്പോൾ അതൊരു കറക്ഷൻസ് വലിയൊരു ശല്യമാണ്. അല്ലാതെ ഞാൻ എന്ത് എഴുതി കൊടുത്താലും മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയും നമുക്ക് അതൊരു ബാധ്യതയാണ്. അത് ആദ്യത്തെ പടത്തിൽ തന്നെ എഴുതാൻ തുടങ്ങിയ ആദ്യത്തെ പടം പ്രേമത്തിൽ തന്നെ അത് എനിക്ക് വലിയൊരു ബാധ്യതയായിട്ട് കിട്ടി. മലരേ എന്നുള്ള പാട്ട് ഈ ടെൻഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ആദ്യത്തെ സ്റ്റാൻസ് തെളിമാന മഴവിൽ ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മലരേ ഇതിനെ കാണാതില്ല എന്നുള്ളത്. അനുപല്ലവി ആയിട്ടില്ല, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജ് ഇനി 15 ദിവസമുള്ളൂട്ടോ ലിപ്പുള്ള പാട്ടാണ്. അതിങ്ങനെ 15, 14, സായി അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പെർഫോം ചെയ്ത്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഇവനും ഷൂട്ടില്ല, ഞങ്ങൾ ഹോട്ടലുണ്ട്.
ഒരു ദിവസം ഇപ്പോൾ റൂമിൽ ഇവൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ അനുഭവം കിട്ടാണ്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ആലോചന. ഞാൻ നോക്കുമ്പോൾ ഡോറിൽ നോക്ക്, ഞാൻ എന്താ കിട്ടി കിട്ടി മറ്റേ ഉദരാണത്തിലൊക്കെ പോലെ കിട്ടി വാ വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് നേരെ രാജേഷിൻ്റെ അങ്ങോട്ടേക്ക് തൃപ്പൂണിത്തറയിലേക്ക് പോയി. അവിടെ പോയി അത് എൻ്റെ അനുപല്ലവി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കായിരുന്നു. ഞാൻ ഡയറക്റ്റ് ഞാൻ കേൾക്കാം. അപ്പം തന്നെ അവിടെ പാടി റെക്കോർഡ് ചെയ്യണം. ഭയങ്കര ഫീലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പാട്ടിട്ടിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നേരെ ഓട്ടോണ് മ്യൂസിക് കോളേജിലേക്ക്. ഇത് അവരെ കേൾപ്പിക്കണം. ആദ്യം മൗസിനെ കേൾപ്പിച്ചു, പിന്നെ അൽഫോൺസിനെ കേൾപ്പിച്ചു, എൽഡിവിനെ കേൾപ്പിച്ചു, എല്ലാവർക്കും ഓക്കെ. പിന്നെ അത് ഇവിടെ പ്ലേ ആവാറായി. ഇപ്പൊ ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കുമ്പോഴാണോ ഇതേപോലെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ലിറിക്സ് ഒക്കെ എഴുതി അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയ ആളുകൾ സ്വീകരിക്കുമ്പോഴാണോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നത്? രണ്ടും ഒരേപോലത്തെ സന്തോഷമാണ്. പക്ഷേ എനിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടിയിരിക്കുന്ന ആസ് ആൻ ആക്ടറാണ്. പലതും ഇപ്പൊ മലരെ എന്നുള്ള പാട്ട് ഞാൻ എഴുതിയതാണെന്ന് തന്നെ പലർക്കും പറഞ്ഞൂടാ. ഞാന് കൂടുതലും എന്റെ പേരില് ടാഗ് ആയിട്ട് വരുന്നത് പിസ്തയും സീൻ കോൺട്രയാണ്. ബാക്കി ഉള്ളത് ഞാൻ എഴുതിയതാണെന്നും പലർക്കും അറിഞ്ഞുകൂടാ ഇന്ന്. പക്ഷെ അത് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, പിന്നെ എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് സന്തോഷം. അതെ, മലരെയൊക്കെ ഭയങ്കര എല്ലാ ലാംഗ്വേജിലും അത് മറ്റൊരു ആശ്വാസം. ഓക്കെ, അപ്പൊ വിൽസൺ പിക്ചേഴ്സിന്റെ ബാനറിൽ വാസന്തി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒരുപാട് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ റീസെന്റ് ഇപ്പൊ ബാംഗ്ലൂർ ഹൈയുടെ അവിടെ ഷൂട്ടിൽ പോയ സമയത്ത് ഞാൻ ട്രെയിലർ കാണിച്ചു കൊടുത്തപ്പോൾ, അവിടുത്തെ ടെക്നിക്കൽ ടീമിനെ കാണിച്ചു കൊടുത്തപ്പോൾ, ഇവർ രണ്ടുപേരും ബൈക്കിൽ വരുന്നൊരു ഷോട്ടുണ്ട്. അത് ആലുവ കമ്പനിപ്പടിയിലെ തുരങ്കത്തിനടിയിൽ കൂടി വരുന്നത്. ആ ഷോട്ടിൽ ലൈറ്റ് വരുന്ന ഒരിതുണ്ട്. ഭയങ്കര രസമാണ്. ടെക്നിക്കലി അധികം ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്തത്. അഭിലാഷ് എന്റെ സിനിമാറ്റോഗ്രാഫർ. ഫിലിമോക്രസി ദെൻ നമ്മൾക്ക് ഫിലിമോക്രസി എന്ന് പറഞ്ഞ രാജീവ് ഏട്ടനൊക്കെ ഉള്ള ഇതാണ് ഫിലിമോക്രസി എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവരിന്ന് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വാസന്തി. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, ആ ബൈക്കിൽ പോകുന്ന സീനുണ്ട്. ബൈക്ക് ഇടയ്ക്ക് കേടാവും. അപ്പൊ തള്ളിക്കൊണ്ട് പോകുമ്പോൾ മെട്രോയുടെ പണി നടക്കുന്നുള്ളൂ. പിന്നെ ബൈക്ക് ഓടിച്ചു പോകുന്ന പാലം പിന്നെ പൊളിച്ചു പണിഞ്ഞു. പാലാരിവട്ടം പാലം പഴയ പാലത്തിന്റെ പുറത്തോടെയാണ് മുമ്പ് എടുത്ത സിനിമയാണ്. പക്ഷെ അപ്പൊ എടുത്ത സിനിമയാണെങ്കിലും ഇപ്പോഴും വാസന്തി അത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, കാലിക പ്രസക്തി ഉള്ള ഒരു സിനിമ തന്നെയാണ്. അത് മാത്രമല്ല എന്തായാലും സിനിമ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. താങ്ക് യു.